ഹലോ നമസ്കാരം. എല്ലാവർക്കും കറിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകുന്ന ഒരു ഡെസേർട്ട് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ബനാന സ്പ്ലിറ്റ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാകും. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി കാരമൽ സോസ് ഉണ്ടാക്കാം. ഇതിനായി 4 സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് നന്നായി അലിഞ്ഞ് നല്ല ബ്രൗൺ കളറായി വരണം. ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ പഴം ചേർത്ത് കൊടുക്കുക. തീ ഒന്ന് സിമ്മാക്കി ഇടാം. സോസ് പഴത്തിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇനി നട്ട്സ് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള സോസും ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് സോസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതും ഒഴിക്കാം. അങ്ങനെ ബനാന സ്പ്ലിറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ബനാന സ്പ്ലിറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.